നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 6th സെമസ്റ്റർ BSc മാത്തമാറ്റിക്സിൻ്റെ ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്നതിലെ ന്യൂമറിക്കൽ ഡിഫറൻസിയേഷൻ എന്നുള്ള ഭാഗത്തിലെ ഒരു മെത്തേഡാണ്. മെത്തേഡിൻ്റെ പേര് യൂളേഴ്സ് മെത്തേഡ് ഓർ ഓയിലേഴ്സ് മെത്തേഡ് എന്ന് പറയും. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ദിസ് മെത്തേഡ് ഗീവ്സ് ദ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷിയേഷൻ ഓഫ് ദ ഫോം ഓഫ് ടാബുലേറ്റഡ് വാല്യൂസ്. അതായത് നമുക്ക് ഡിഫറൻഷിയേഷൻ്റെ സൊല്യൂഷൻ ഒരു ടേബിൾ രൂപത്തിലാണ് നമുക്ക് എന്ത് ചെയ്യാം, ഈ മെത്തേഡ് പ്രകാരം കണ്ടെത്താൻ പറ്റുക. അതെങ്ങനെ ചെയ്യുക? dy/x=f(x, y) എന്നുള്ളൊരു ഫംഗ്ഷനാണ് നമുക്ക് ചെയ്യേണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, y1 കാണാനുള്ള ഇക്വേഷൻ y1 y0 പ്ലസ് ഇൻ്റഗ്രൽ x0 to x1 f(x, y) dx. ഇത് y0 പ്ലസ് ഇൻ്റഗ്രൽ x0 to y1 f(x, y) dx ചെയ്താൽ മതി. ആൻഡ് y1 അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്ത് പറയാൻ പറ്റും, y0 പ്ലസ് h ഇൻറ്റു f(x0, y0) എഴുതാൻ പറ്റും. അപ്പോൾ y2 കാണാനുള്ള ഇക്വേഷൻ y1 പ്ലസ് h ഇൻറ്റു f(x1, y1). ശ്രദ്ധിക്കണം, y1 ആകുമ്പോൾ y0 പ്ലസ് h ഇൻറ്റു f(x0, y0). y2 ആകുമ്പോൾ y1 പ്ലസ് h ഓഫ് f(x1, y1). y3 ആകുമ്പോൾ എന്തുണ്ടാവും, y2 പ്ലസ് h ഓഫ് f(x2, y2). അല്ലേ? ഇൻ ജനറൽ yn പ്ലസ് 1 is equal to yn പ്ലസ് 1 ആകുമ്പോൾ ഇവിടെ എന്തുണ്ടാവും, n ഉണ്ടാവും. ഇവിടെ n പ്ലസ് 1 ആണെന്ന് വെച്ചാൽ പുറത്തൊക്കെ n. yn പ്ലസ് h ഇൻറ്റു f(xn, yn), വേറെ n is equal to 1, 2, 3 etc. എന്നുണ്ടാവും. ഇക്വേഷൻ നോക്കാം. കൺസിഡർ y dash is equal to minus y with y of 0 is equal to 1, applying Euler's method to compute y of 0.01, y of 0.02, y of 0.03 and y of 0.04. Okay. അപ്പോൾ നമുക്ക് തന്ന കാര്യങ്ങൾ എന്താണ്? dy/dx എന്നുണ്ട്. എന്താ dy/dx? ഈസ് മൈനസ് y. ഇനി y of 0 പറഞ്ഞർത്ഥം എന്താ? y0 is equal to 1, x0 is equal to എത്രയാണ്? 0. ഇത് എഴുതുന്നത് ഇത് x0 ഈക്വൽ ടു ഉള്ളത് y0. ഓക്കെ, എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? y of 0.01 കണ്ടുപിടിക്കാൻ പറ്റും. അത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഓയിലേഴ്സ് ഫോർമുല കൊടുക്കുകയാണ്. y1 കാണാനുള്ള ഇക്വേഷൻ y0 പ്ലസ് h ഇൻറ്റു f(x0, y0) ആണ്. y2 പറഞ്ഞാൽ y1 പ്ലസ് h ഇൻറ്റു f(x1, y1) ആണ്. അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, y of 0.01. അപ്പോൾ x0 0 ആണ്. x0 0. സോറി, given x0 is equal to 0. x0 0 ആണ്. h is equal to എത്രയാണ്? x1 എന്ന് പറഞ്ഞാൽ 0.01. അപ്പോൾ നമുക്ക് h is equal to എന്ത് എഴുതാൻ പറ്റും? x1 മൈനസ് x0 equal to 0.01. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ എടുത്തു. y1 എന്ന് പറഞ്ഞാൽ y0 പ്ലസ് h ഇൻറ്റു f(x0, y0) എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് h കിട്ടിയിട്ടുണ്ട്, y0 എന്നുണ്ട്. y0 എത്രയാണ്? y0 ഈസ് 1. given y0 is equal to y0 എത്രയാണ്? x0 ആകുമ്പോൾ y1 എന്നുണ്ട്. അപ്പോൾ y0 is equal to 1 ആണ്. h എന്ന് പറഞ്ഞാൽ 0.01. അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം, f(x0, y0) എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനിൽ എന്ത് ചെയ്യണം, നമുക്ക് തന്ന dy/dx-നെയാണ് നമ്മൾ എന്ത് പറയുക, നമുക്ക് തന്നിട്ടുണ്ട് dy/dx is equal to അതിനെയാണ് നമ്മൾ f(xy) എന്ന് പറയാം. അപ്പോൾ f(xy) എന്ന് പറഞ്ഞാൽ ആരാണ്? മൈനസ് y ആണ്. അപ്പോൾ f(x0, y0) എന്ന് പറഞ്ഞാൽ എന്താ? f(x0, y0) is equal to മൈനസ് y0. മൈനസ് y0 എത്രയാ? y0 1 ആണ്. y0 is equal to 1. അപ്പോൾ മൈനസ് y0 is equal to -1. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമ്മൾ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? y 0.01 is equal to നമുക്ക് എന്ത് ചെയ്യാം, y0 is 1 പ്ലസ് h ഇൻറ്റു h എന്ന് പറഞ്ഞാൽ 0.01 ഇൻറ്റു
f of x naught y naught. F of x naught y naught is f of x naught y naught എന്ന് പറഞ്ഞാൽ -1 is equal to നമുക്ക് വാല്യൂ 0.99 എന്ന് കിട്ടും. അതേപോലെ y of 0.02. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇത് y2 ആണ് അല്ലേ? ഇത് y2 കാണാനുള്ള ഇക്വേഷൻ എന്താ? y2 is approximately equal to y1 plus h into f of x1 y1 is equal to y1 എത്രയാണ്? ഇതാണ് y1. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. y1 plus h 0.01 into f of x1 y1. നമുക്ക് തന്നിട്ടുണ്ട് f of x എന്താ? What is f of x? Equal to minus y. അപ്പോൾ f of x1 y1 minus y1, that is minus of this, that is 0.099 multiplied by 0.9801 കിട്ടി. ഇനി y3 ഉണ്ട്. y3 കാണാനുള്ള ഇക്വേഷൻ ഇതേപോലെ എന്താവും? y2 plus h into f of x2 y2 equal to y2 പറഞ്ഞാൽ അവിടെ കിട്ടിയതുണ്ട്. എന്താണ് y2 കിട്ടിയ അതേപോലെ തന്നെ, that is 0.9801 into h into minus of y2 equal to minus 0.9801. അതിൽ y4 is equal to y3 plus h into minus y3 നമുക്ക് 0.9606 കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഓയിലേഴ്സ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ സൊല്യൂഷൻസ് കണ്ടെത്തുന്നത്. നമ്മളോട് പറഞ്ഞത് ഫൈൻഡ് y of 0.1, y of 0.2, y of 0.3 and y of 0.4 ആണ് നമ്മൾ 3 കണ്ടെത്തി. ഓക്കെ, ഇതേപോലെ നമ്മൾ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാണ്. യൂസ് Euler's method to compute y of 0.02 in the equation dy by dx is equal to x cube plus y, y of 0.1, y of 0 is equal to 1, h is equal to 0.01. അപ്പോൾ നമ്മൾ dy by dx ആണ്, f of x y ആണ്. നമുക്ക് തന്നിട്ട് x cube plus y. അപ്പോൾ x നോട്ട് നമുക്ക് തന്നിട്ടുണ്ട് given y of 0 is equal to 1. അതിനർത്ഥം എന്താ? y of 0 is equal to 1 എന്ന് പറഞ്ഞ അർത്ഥം x naught is equal to 0 and y naught is equal to 1. നമ്മൾ ഇക്വേഷൻ എഴുതി. നമുക്ക് കണ്ടുപിടിക്കണം എന്താണ്? h എന്ന് പറഞ്ഞാൽ h is equal to 0.01, x naught is 0. അപ്പോൾ x1 എന്താ വരിക? x1 എന്ന് പറഞ്ഞാൽ 0.01, x2 0.02. അപ്പോൾ y of 0.02 എന്ന് പറഞ്ഞാൽ this is y2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ y1 ആദ്യം കണ്ടുപിടിക്കണം. y1 കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷൻ എഴുതി. അപ്പോൾ നമ്മൾ ആദ്യം x1 കണ്ടുപിടിച്ചു. x1 is equal to x naught plus h is equal to 0.01. therefore x2 പറഞ്ഞാൽ 0.02. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. യൂലേഴ്സ് മെത്തേഡ് പ്രകാരം y1 is equal to y naught plus h into f of x naught y naught is equal to 1 plus 0.04 into f of x naught y naught is 1. So 1 plus 0.01 is 1.01. y2 is equal to y1 plus h into f of x1 y1. y1 ഇവിടെ കിട്ടിയിട്ടുണ്ട് 1.01 plus 0.01 into 0.01 whole cube plus 1.01. ഇതിപ്പോൾ നമുക്ക് എന്താണ്? നമ്മൾ ഫംഗ്ഷൻ തന്നെ എന്താണ്? x ക്യൂബ് പ്ലസ് എക്സ് ആണ്. x ക്യൂബ് പ്ലസ് എക്സ് ആണ്. അപ്പോൾ ഇത് f of x1 എന്ന ഇത് x1 ക്യൂബ് പ്ലസ് y1 സബ്സ്റ്റിറ്റ്യൂട്ട് is equal to നമുക്ക് വല്ല എന്ത് കിട്ടും? 1.0201. ഇതെന്താണ്? y2. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. y2 is equal to ഇത് y of 0.02 is equal to 1.01 plus 0.01 whole cube plus 1.01. ഇനി അടുത്തൊരു മെത്തേഡാണ് മോഡിഫൈഡ് യൂലേഴ്സ് മെത്തേഡ്. അപ്പോൾ മോഡിഫൈഡ് യൂലേഴ്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ യൂലേഴ്സ് മെത്തേഡിൻ്റെ ഒരു മോഡിഫൈഡ് രൂപമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഹിയർ വി അപ്രോക്സിമേറ്റ്
integral x0 to x1 f of xy dx means the of trapezoidal rule. Therefore, y1 is equal to y0 plus h by 2 into f of x0 y0 plus x1 y1. So, trapezoidal rule prakaram y1 is equal to y0 plus h by 2 into f of x0 y0 plus f of x1 y1 ആണ് നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ y1 of n plus 1 is equal to y0 plus h by 2 into f of x0 y0 plus f of x1 y1 is to n. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? y1 of n is the nth approximation. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? y1 of 0 നമുക്ക് കണ്ടുപിടിക്കാം. y1 of 0 എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ യൂളേഴ്സ് മെത്തേഡ് വെച്ചിട്ടുള്ള y1 വെച്ചിട്ടുള്ള y1 എന്ന് പറഞ്ഞാൽ എന്താ? y0 plus h into f of x0 y0. യൂളേഴ്സ് മെത്തേഡ് വെച്ചുള്ള y1നെയാണ് നമ്മൾ y1 of 0 എന്ന് എഴുതുന്നത്. y1 of 0 എന്ന് പറഞ്ഞാൽ y0 plus h into f of x0 y0. അതായത് നമ്മൾ സാധാരണ ഓയിലേഴ്സ് മെത്തേഡ് യൂളേഴ്സ് മെത്തേഡിൽ ചെയ്യുന്ന പ്രോബ്ലം. അതിൻ്റെ y1നെയാണ് നമ്മൾ y1 of 0 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? അത് രണ്ടാമത്തേൽ കൊടുക്കുക. ഓക്കെ, അപ്പം ആ y1 നമ്മളെവിടെ കൊടുക്കുക? y1 of 1 കാണാൻ നമ്മൾ എന്ത് ചെയ്യുക? y1 പ്ലസ് y0 പ്ലസ് ഇവിടെ വ്യത്യാസമില്ല, ഇവിടെ തന്നെയാണ് y0 പ്ലസ് h by 2 ഇൻറ്റു f of x0 y0 പ്ലസ് f of x1 y1 0. ഈ y1ന് പകരം നമ്മൾ എന്ത് കൊടുത്തു? നേരത്തെ കിട്ടിയ ഫസ്റ്റ് അപ്രോക്സിമേഷൻ y1 of 0 യൂളേഴ്സ് മെത്തേഡ് വെച്ചിട്ടുള്ളത്. ഇനി y1 of 2 ആകുമ്പോൾ ഇവിടെ എന്താവും? ഇത് y1 of 1 ആവും. ഓക്കെ, ഇത് y1 of 3 കാണുന്ന വെച്ചാൽ ഇവിടെ എന്താവും? ഇവിടെ y1 of 2 ആവും. നമ്മൾ ഇങ്ങനെ സോൾവ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഓക്കെ, എങ്ങനെയാണ് നോക്കാം? പ്രോബ്ലം നോക്കാം. സോൾവ് ബൈ യൂളേഴ്സ് മോഡിഫൈഡ് മെത്തേഡ്. അപ്പോൾ ഇത് നമ്മൾ പറയാം മോഡിഫൈഡ് യൂളേഴ്സ് മെത്തേഡ് എന്നാണ്. അപ്പോൾ മോഡിഫൈഡ് നിർബന്ധമായിട്ട് ഉണ്ടാവണം. യൂളേഴ്സ് മോഡിഫൈഡ് മെത്തേഡ് ടു ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx is equal to x square plus y is equal to 1 when x equal to 0 and 4x is equal to 0.02. അതായത് given x0 is equal to 0 and y0 is equal to 1 and x is equal to 0.02. f of xy is equal to f of xy എന്താണ്? f of xy എന്താണ്? x square plus y. സ്റ്റുഡിയാണ്. So we given f of xy is equal to x square plus y. Take h is equal to 0.01. അപ്പോൾ x0 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ x1 എന്ന് പറഞ്ഞാൽ x0 plus h, that is 0.0. So x1 is equal to x0 plus h, that is 0 plus 0.01, that is 0.01, and x2 is equal to x1 plus h, that is 0.02. Given y0 is equal to 1. നമ്മൾ എന്ത് ചെയ്യണം? y1 of 0 പറഞ്ഞാൽ യൂളേഴ്സ് മെത്തേഡ് വെച്ചിട്ടുള്ള y1, that is y0 plus h into f of x0 y0 is equal to y0 എന്ന് പറഞ്ഞാൽ 1 plus h എന്ന് പറഞ്ഞാൽ 0.01 into x0 f of x0 y0 എന്ന് പറഞ്ഞാൽ എന്താ? x0 square plus y0. x square plus y ആണ്. അപ്പോൾ x0 square plus y0. x0 സ്ക്വയറിൻ്റെ വില നമുക്കറിയാം. x0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ x0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 പ്ലസ് y0 is 1. അപ്പോൾ 0 plus 1 ഉണ്ടാവും. ദാറ്റ് ഈസ് 1 plus 0.01 into 1, that is 1.01. അതാണ് y1 of 0. എന്ത് ചെയ്തു? y1 of 1. ഇനിയാണ് നമ്മൾ മോഡിഫൈഡ് ഓയിലേഴ്സ് മെത്തേഡിലേക്ക് പോകുന്നത്. y1 of 1 is equal to y0 plus h by 2 into f of x0 y0 plus f of x1 y1 0. അപ്പോൾ നമ്മൾ ഇക്വേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ്സ് ഈക്വൽ ടു y0 plus h by 2 into f of x0 y0 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് x0 സ്ക്വയർ പ്ലസ് y0 plus x1 square plus y1 of 0. Okay, so we value substitute here. So we get y0 is 1, h is 0.01 by 2, x0 is 0 square plus 1 is 1 plus x1 square
x1 is 0.01. So x1 is 0.01 ആണ്. x1 is 0.01 whole square plus y1 of 0. y1 of 0 is 1.01. Substitute it. So we get the answer 1.01005 എന്നുണ്ടാവും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അടുത്ത വാല്യൂ y1 of 2. രണ്ടാമത്തെ അപ്രോക്സിമേഷൻ y1 of 2 is y0 plus h/2 into f of x0 y0 plus f of x1 y11. എത്ര ഉള്ളൂ വ്യത്യാസം? ഇത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇവിടെ 2 വരുമ്പോൾ ഇവിടെ എന്താവും 1. ഓക്കെ, ബാക്കിയുള്ളതൊന്നും വ്യത്യാസമില്ല. അപ്പോൾ ഇതെന്താണ് x0 സ്ക്വയർ പ്ലസ് y0 ആണ്. ഇതാരാണ് x1 സ്ക്വയർ പ്ലസ് y1 of 1. വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So we get y0 is 1 plus 0.01 by 2 plus f of x0 y0 is 1 plus f of x1 square 0.01 square plus y1 is 0.01005 is 1.01005 and ഇത് രണ്ടെണ്ണം എഴുതി y1. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടി രണ്ട് വരെ നോക്കാം. നമുക്ക് എങ്ങനെയാണ് നിർത്തേണ്ടതെന്ന് അറിയണ്ടേ. ഈ y1 of 1 എന്ത് കിട്ടി? y1 of 1 എന്ന് പറഞ്ഞാൽ y1 of 1 is 1.01005 എന്ന് കിട്ടി. y1 of 2 ചെയ്തു. y1 of 2 എന്ന് നമുക്ക് കിട്ടിയത് അത് 1.01005. 1.01005. ഇത് രണ്ടും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണല്ലോ. Therefore y1 is equal to 1.01005. രണ്ടിനെയും വില അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിട്ട് 4 ഡെസിമലിലൊക്കെ ഈക്വൽ ആയാൽ അവിടെ y1 നിർത്താം. ഇതേപോലെ നമ്മൾ y2 കണ്ടുപിടിച്ചു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? y of 0.2 ആണ് അല്ലേ. ഫൈൻഡ് ദ വാല്യൂ വെൻ x is equal to 0.2. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? x2ലുള്ള വാല്യൂ ആണ്. അതായത് y2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. y2 എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? y2 കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. y2 is equal to y2 കാണാനുള്ള ഇക്വേഷൻ തന്നെ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? y2 of 0. y2 of 0 കാണാൻ നമ്മൾ ഓയിലേഴ്സ് മെത്തേഡ് വെച്ചിട്ടുള്ള y2 ദാറ്റ് ഈസ് y1 പ്ലസ് h ഇൻറ്റു എഫ് ഓഫ് x1 y1 ഈക്വൽ ടു y1 നമുക്ക് കിട്ടിയത് 1.01005 പ്ലസ് 0.01 ഇൻറ്റു 0.01 ഹോൾ സ്ക്വയർ പ്ലസ് 1.01005. സോൾവ് ചെയ്യുമ്പോൾ കിട്ടുക 1.02015 എന്ന് കിട്ടി. ഇനി y2 of 1 ആകുമ്പോൾ ആകെ അതേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്താണ്? നമ്മൾ അടുത്ത ഇക്വേഷൻ എഴുതാണ്. ഇവിടെ എച്ചിന് പകരം അടുത്തത് ബ്രാക്കറ്റിനകത്ത് 2 ടേംസ് ഉണ്ടാവും. ഓയിലേഴ്സ് മെത്തേഡിൽ ഇവിടെ ഒരു ടേം മാത്രമേ ഉള്ളൂ. മോഡിഫൈഡ് ഓയിലേഴ്സിൽ 2 ടേം ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ പകുതി എടുക്കും h/2. 2 ടേം ഉള്ളതുകൊണ്ടാണ് ഇവിടെ പകുതി എടുക്കുന്നത്. ആദ്യത്തേൽ f of x1 y1 ആണ്. രണ്ടാമത്തേൽ എന്താണ്? x2 y2 of 0. ഇവിടെ y2 of 1 ആണ്, y2 of 0. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് y1 പ്ലസ് h/2 ഇൻറ്റു x1 സ്ക്വയർ പ്ലസ് y1 പ്ലസ് x2 സ്ക്വയർ പ്ലസ് x2 of 0. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ എന്ത് കിട്ടും? 1.020204 എന്ന് കിട്ടി. ഇനി y2 of 2 കണ്ടുപിടിച്ചു. y2 of 2 കാണാനുള്ള ഇക്വേഷൻ തന്നെയാണ് y1 പ്ലസ് h/2 ഇൻറ്റു എഫ് ഓഫ് x1 y1 പ്ലസ് h of x2 y2 of 1 is equal to വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? 1.020204. അപ്പോൾ ഏകദേശം രണ്ടിൻ്റെയും വില, അതായത് ഈ വിലയും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച y2 of 1ൻ്റെ വിലയും ഏകദേശം 4 ഡെസിമലോളം ക്ലിയർ ആണ്. Therefore y2 is equal to നമുക്ക് എന്ത് പറയാൻ പറ്റും? y2 is equal to 1.020204 എന്ന് എഴുതാൻ പറ്റും. അതാണ് നമ്മൾ മോഡിഫൈഡ് ഓയിലേഴ്സ് മെത്തേഡിൽ വെച്ച പ്രോബ്ലം. അടുത്ത ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നെ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് y at x equal to 0.5 given y dash is equal to x square plus y of 0 is equal to 1 and x is equal to 0.05 by modified Euler's method. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ട് എന്തുണ്ട്? y dash എന്ന് പറഞ്ഞാൽ ആരാ? f of xy. അപ്പോൾ f of xy എന്താ? is x square plus y. y of 0 is equal to 1 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? x0 is equal to 0
and y naught is equal to 1 and h is equal to 0.05. So നമുക്ക് എന്ത് ചെയ്യണം f of x നമ്മൾ കണ്ടുപിടിച്ച f of x എന്ന് പറഞ്ഞാൽ x square plus y square ആണ്. f of x naught y naught എന്ന് പറഞ്ഞാൽ x naught square plus y naught ആണ്. x naught square is 0 plus y naught square is 1 square, that is 1. f of x naught y naught എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടി? f of x naught y naught is 1 കിട്ടി. നമ്മൾ അതേപോലെ അടുത്തതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു y1 of 0 കാണാനുള്ള ഇക്വേഷൻ h in y naught plus h into f of x naught y naught. It is 0.01 into 1, that is 1.05. x1 is equal to 0.01 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? y1 of 1 ആണ്. y1 of 1 കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? y naught plus h by 2 into f of x naught y naught plus f of x1 y1. f of x1 y1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 1 plus 0.052 plus 1 plus 0.05 whole square plus 1.05 whole square എന്ന് കിട്ടും. അപ്പോൾ ആൻസർ 1.0513 എന്ന് കിട്ടും. അപ്പോൾ y1 of 1 കിട്ടി. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So we get the value of y of 0.1. അപ്പോൾ ഏകദേശം നമുക്ക് വാല്യൂ നമുക്ക് കിട്ടി. എഫ് ഓഫ് രണ്ടും ഏകദേശം സെയിം ആണ് അല്ലേ? y1 of 0യും y1 of 1ഉം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയതുകൊണ്ട് we can say that y1 is equal to 1.0513. Okay, thank you.